ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ അൺബയാസ്ഡ്നെസ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി എക്സാമ്പിൾസ് ആണ്. x1, x2, etc. xn are random observations on a Bernoulli variate x taking the value 1 with probability theta and value 0 with probability 1 minus theta. Show that t into t minus 1 is an unbiased estimator of theta square where t equal to summation xn. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു ബെർണോളി വേരിയബിൾ ആണ്. അതായത് എക്സിന് രണ്ട് വാല്യൂസേ ഉണ്ടാവുള്ളൂ, 0ഉം 1ഉം മാത്രമേ വാല്യൂസ് ഉണ്ടാവുള്ളൂ. ഇനി അവിടുത്തെ എഫ് ഓഫ് എക്സ്, അവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0, എക്സിന് 0 ആവുമ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1 മൈനസ് തീറ്റയാണ്. എക്സിന് 1 ആവുമ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് തീറ്റയാണ്. ഓക്കെ, ഇനി നമുക്ക് ടി എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഐ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണിക്കേണ്ടത് ടി ഇൻറ്റു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ മൈനസ് 1 എന്ന് പറയുന്നത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ സ്ക്വയർ എന്നാണ് കാണിക്കേണ്ടത്. അതായത് ഇതിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദിസ് ഈക്വൽ ടു തീറ്റ സ്ക്വയർ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ എക്സിന് ആദ്യം ആകെ 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു അവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 മൈനസ് തീറ്റ പ്ലസ് 1 ഇൻറ്റു തീറ്റ ഈക്വൽ ടു തീറ്റ എന്ന് കിട്ടും. അപ്പൊ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് തീറ്റയാണ്. ഇനി വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇത് അതിന്റെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇ ഓഫ് എക്സ് അറിയില്ല. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എക്സിന് പകരം എക്സ് സ്ക്വയർ വരും. സമ്മേഷൻ 0 to 1 എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പൊ 0 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് തീറ്റ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു തീറ്റ ഈക്വൽ ടു തീറ്റ എന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് വേരിയൻസ് എന്ന് പറയുന്നത് തീറ്റ മൈനസ് തീറ്റ സ്ക്വയർ എന്ന് വരും. അപ്പൊ അതായത് തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ ആണ് വേരിയൻസ്. അപ്പൊ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് തീറ്റ, വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇ ഓഫ് ടി ഇൻറ്റു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ മൈനസ് 1 എന്ന് പറയുന്നത് തീറ്റ സ്ക്വയർ എന്ന് കാണിക്കും. അപ്പോ അതായത് നമ്മള് 1 ബൈ എൻ ഇൻറ്റു എൻ മൈനസ് 1 പുറത്തേക്ക് എടുക്കുക, ഇ ഓഫ് ടി ഇൻറ്റു ടി മൈനസ് 1. അപ്പൊ ഈ ഈക്വൽ ടു തീറ്റ സ്ക്വയർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ LHS മാത്രം എഴുതിയാൽ മതി. ഈക്വൽ ടു 1 ബൈ എൻ ഇൻറ്റു എൻ മൈനസ് 1. ഇതിനെ ചെയ്യുമ്പോൾ ടി സ്ക്വയർ മൈനസ് ടി എന്ന് വരും, ഇ ഓഫ് ടി സ്ക്വയർ മൈനസ് ടി. ഇനി എക്സ്പെക്ടേഷൻ ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ ഇ ഓഫ് ടി സ്ക്വയർ മൈനസ് ഇ ഓഫ് ടി എന്ന് വരും. ഇനി ഇ ഓഫ് ടി എന്താണ് സാധനം? സമ്മേഷൻ എക്സ് ഐ ആണ്. അപ്പൊ ഇ ഓഫ് ടി ഈക്വൽ ടു ഇ ഓഫ് സമ്മേഷൻ എക്സ് ഐ. അപ്പൊ എക്സ് ഐയുടെ സമ്മേഷൻ എന്ന് പറയുമ്പോൾ x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര xn. ഓരോന്നിന്റെ എക്സ്പെക്ടേഷൻ ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പൊ ഇ ഓഫ് x1 പ്ലസ് ഇ ഓഫ് x2 പ്ലസ് എക്സിട്ര ഇ ഓഫ് xn. ഓരോ ഇ ഓഫ് എക്സുകളും നമ്മൾ തീറ്റ എന്ന് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ പ്ലസ് എക്സിട്ര അങ്ങനെ n ടേംസ് ഉണ്ടാവും. അപ്പൊ n തീറ്റ എന്ന് കിട്ടും. ഇനി ഇ ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇ ഓഫ് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ആണ്. ഇനി വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ ഓഫ് ടി സ്ക്വയർ മൈനസ് ഇ ഓഫ് ടിയുടെ ഹോൾ സ്ക്വയർ ആണ്. അപ്പോ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരുന്നു? തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റയാണ്. അപ്പൊ വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? വേരിയൻസ് ഓഫ് സമ്മേഷൻ എക്സ് ഐ. അപ്പോ അങ്ങനെ ഓരോ സമ്മേഷൻ, അതായത് വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 അങ്ങനെയാണ്. അപ്പോ അതായത് അങ്ങനെ തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ ആണ് നമ്മൾ n ടൈംസ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് n തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ എന്ന് കിട്ടും. ഇ ഓഫ് ടി സ്ക്വയർ നമുക്കറിയില്ല. ഇ ഓഫ് ടി എന്ന് പറയുന്നത് n തീറ്റ ആണ്. അപ്പൊ ഇ ഓഫ് ടി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് n സ്ക്വയർ തീറ്റ സ്ക്വയർ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇ ഓഫ് ടി സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കുമ്പോൾ ഇതിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എൻ തീറ്റ മൈനസ് എൻ തീറ്റ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ തീറ്റ സ്ക്വയർ എന്ന് വരും. ഇനി ഇത് കൊണ്ടുവന്ന് നമ്മൾ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇപ്പൊ ഇ ഓഫ് ടി നമ്മൾ കണ്ടു, ഇ ഓഫ് ടി സ്ക്വയർ ഇപ്പൊ കിട്ടി, അതിന്റെ വാല്യൂ ഇതിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 1/n × n-1 ഉള്ളിൽ ഇത് ഇ ഓഫ് ടി സ്ക്വയർ മൈനസ് ഇ ഓഫ് ടി ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ ഉള്ളിൽ n തീറ്റ ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ n തീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുക്കും. അപ്പൊ ഇവിടെ പോയിട്ട് -1 പ്ലസ് ഇവിടെ ഒരു n ഉണ്ടാവും, അതായത് n-1 വരും. ഇനി ഇവിടെ ഉള്ളിലെ n-1ഉം n-1ഉം വെട്ടിപ്പോയി, n-ഉം പോയി. അപ്പൊ തീറ്റ സ്ക്വയർ എന്ന് വരും. അപ്പൊ തീറ്റ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് ഇ ഓഫ് ടി എന്ന് പറയുന്നത് t × t-1 ഡിവൈഡഡ് ബൈ n × n-1 എന്ന് പറയുന്നത് തീറ്റ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ സ്ക്വയർ ആണ്. അതായത് ഒന്നും കൂടെ പറയാം, നിങ്ങൾക്ക് ബെർണോളി വേരിയബിൾ ആണ് തന്നത്. അതായത് എക്സിന് 0ഉം 1ഉം മാത്രമേ വാല്യൂസ് വരുള്ളൂ. എക്സിന് 0 വരുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 1 - തീറ്റ ആണ്. എക്സിന് 1 വരുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ തീറ്റയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടി എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഇ ഓഫ് ടി തീറ്റ സ്ക്വയർ എന്നാണ് കാണേണ്ടത്. അപ്പൊ ഇ ഓഫ് എക്സ് കാണേണ്ടത് സമ്മേഷൻ എക്സ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ 0 × 1 - തീറ്റ പ്ലസ് 1 × തീറ്റ കിട്ടും. അപ്പൊ എക്സിന് ഇ ഓഫ് x1 തീറ്റയാണ്, ഇ ഓഫ് x2 തീറ്റയാണ്, എക്സെട്ര ഇ ഓഫ് xn തീറ്റയാണ്. ഇനി വേരിയൻസ് എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അതും തീറ്റ എന്ന് തന്നെയാണ് കിട്ടുക. അപ്പൊ തീറ്റ മൈനസ് തീറ്റ സ്ക്വയർ എന്ന് പറയുമ്പോൾ തീറ്റ × 1 - തീറ്റ എന്നാണ് വേരിയൻസ് ഓഫ് എക്സ് കിട്ടുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇ ഓഫ് ഈ വാല്യൂ എന്ന് പറയുന്നത് തീറ്റ സ്ക്വയർ എന്നാണ് ഷോ ചെയ്യേണ്ടത്. അപ്പൊ ഇ ഓഫ് ഈ വാല്യൂ കാണുക. അപ്പൊ ഈ ഈക്വൽ ടു തീറ്റ സ്ക്വയർ ഇട്ടിട്ട് പോണ്ട. അപ്പൊ 1/n × n-1 ഇ ഓഫ് ടി സ്ക്വയർ മൈനസ് ടി വരും. അപ്പൊ ഇത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇ ഓഫ് ടി സ്ക്വയർ മൈനസ് ഇ ഓഫ് ടി. ഇ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഇ ഓഫ് സമ്മേഷൻ എക്സ് ഐ ആണ്. അപ്പൊ അതായത് ഓരോന്നും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഓരോന്നും തീറ്റയാണ്. അപ്പൊ n തീറ്റ എന്ന് വരും. ഇനി വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ n ടൈംസ് n × തീറ്റ 1 - തീറ്റ എന്ന് വരും. അപ്പോ ഇ ഓഫ് ടി സ്ക്വയർ മൈനസ് ഇ ഓഫ് ടി ഹോൾ സ്ക്വയർ ആണ് വേരിയൻസ്. അപ്പൊ ഇതിൽ നിന്ന് ഇ ഓഫ് ടി സ്ക്വയറിന്റെ വാല്യൂ കിട്ടും. എന്നിട്ട് അത് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് ഉള്ളിലേക്കൊക്കെ എടുത്ത് ക്യാൻസൽ ചെയ്യുമ്പോൾ തീറ്റ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറയുന്നത് തീറ്റ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ അതുകൊണ്ട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, show that Tn = nx bar divided by n+1 is an unbiased estimator of population mean, where x bar is the mean of sample of size n taken from Poisson distribution. അതായത് ഇതെന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുണ്ട്. ഈസ് ആൻ ബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്നാണ്, അല്ലെങ്കിൽ ഈസ് നോട്ട് എന്നാണ്. അൺബയാസ്ഡ് അല്ല എന്നാണ് കാണിക്കേണ്ടത്. അപ്പോ ലെറ്റ് x1 x2 extra xn എന്ന് പറയുന്നത് റാൻഡം സാമ്പിൾ ആണ്, ടേക്കൺ ഫ്രം പോയ്സൺ പോപ്പുലേഷൻ. അപ്പൊ അവിടുത്തെ മീൻ എന്ന് പറയുന്നത് ലാംഡയാണ്, വേരിയൻസും ലാംഡ തന്നെയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇ ഓഫ് ടി എൻ എന്ന് പറയുന്നത് ലാംഡ എന്നാണ്. ഇ ഓഫ് ടി എൻ ഈക്വൽ ടു ടി എൻ എന്ന് പറയുന്നത് എന്താണ്? എൻ എക്സ് ബാർ ഡിവൈഡഡ് ബൈ n+1. അപ്പൊ n/n+1 പുറത്തേക്ക് എടുത്തു. ഇ ഓഫ് എക്സ് ബാർ, എക്സ് ബാർ എന്ന് പറയുന്നത് സമ്മേഷൻ x/n ആണ്. 1/n പുറത്തേക്ക് എടുത്തു. ഇ ഓഫ് സമ്മേഷൻ xi. അപ്പൊ ലാംഡയാണ് ഓരോന്നിന്റെയും. അപ്പൊ ഇതായത് ഇ ഓഫ് x1 പ്ലസ് ഇ ഓഫ് x2 പ്ലസ് എക്സെട്ര എന്ന് വരും. അപ്പൊ ഇതെന്ന് പറയുന്നത് ഓരോന്നും ലാംഡയാണ്. അപ്പൊ n ലാംഡ എന്ന് വരും. n ക്യാൻസൽ ചെയ്ത് പോയി അത് ലാംഡ എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോ നമ്മൾ എന്നിട്ട് ഇ ഓഫ് എക്സ് ബാർ ലാംഡ എന്ന് കിട്ടി. അപ്പൊ ഇ ഓഫ് ടി എൻ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n/n+1 ലാംഡ എന്നാണ് നമുക്ക് കിട്ടുക. അപ്പൊ അത് ലാംഡയോട് ഈക്വൽ അല്ല. അപ്പൊ അതുകൊണ്ട് ടി എൻ എന്ന് പറയുന്നത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ അല്ല എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അതായത് ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുണ്ടായിരുന്നു. അതായത്
ഇത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ അല്ല എന്നാണ് കാണിക്കേണ്ടത്. അതായത് ഇ ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടുത്തെ പോപ്പുലേഷൻ മീൻ പോസോൺ ആയതുകൊണ്ട് ലാംഡയാണ്, ലാംഡ അല്ല എന്നാണ് കാണിക്കേണ്ടത്. അപ്പോ നിങ്ങൾ ഇ ഓഫ് ഇത് കാണുക. അപ്പൊ n/n+1 ഇ ഓഫ് എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഐ ഡിവൈഡഡ് ബൈ n ആണ്. അപ്പൊ 1/n പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ എക്സ് ഐ. ഓരോന്നിന്റെയും ലാംഡയാണ്, ഇവിടുത്തെ മീൻ ലാംഡയാണ്, വേരിയൻസും ലാംഡ തന്നെയാണ്. വേരിയൻസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, ലാംഡയാണ്. അപ്പൊ അങ്ങനെ n ടൈംസ് ലാംഡ വരും. n ക്യാൻസൽ ചെയ്ത് പോയി ഇ ഓഫ് എക്സ് ബാർ ലാംഡ വന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ ഓഫ് ടി എന്ന് പറയുന്നത് n/n+1 ലാംഡയാണ്. അത് നോട്ട് ഈക്വൽ ടു ലാംഡയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വന്നു? അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ അല്ല, ബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ അൺബയാസ്ഡിന്റെ ഏകദേശം കഴിഞ്ഞു. ഇനി അടുത്തത് കൺസിസ്റ്റൻസി ആണ്. ഓക്കെ, ഷോ ദാറ്റ് സാമ്പിൾ മീൻ ഈസ് എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. അപ്പൊ കൺസിസ്റ്റന്റ് ആവാനായിട്ട് നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു നെസസറി സഫിഷ്യന്റിന്റെ. അതായത് നമ്മുടെ ലിമിറ്റ് ഓഫ് നമ്മുടെ മീൻ എന്ന് പറയുന്നത് അല്ല, എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് മീൻ ആവുകയും വേരിയൻസ് എന്ന് പറയുന്നത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുക, ആസ് n tends to infinity. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിരിക്കും. അതായിരുന്നു നമ്മുടെ തിയറം. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതായത് എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് മീൻ ആണോ നോക്കുക, പിന്നെ വേരിയൻസ് സീറോയിലേക്കാണോ ടെൻഡ് ചെയ്യണേ നോക്കുക. അങ്ങനെയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാമ്പിൾ മീൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ ലെറ്റ് ടി എൻ ഈക്വൽ ടു എക്സ് ബാർ. ഇ ഓഫ് ടി എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഐ ഡിവൈഡഡ് ബൈ n, 1/n. ഓരോന്നിനും എക്സ്പെക്ടേഷൻ ഉള്ളിലേക്ക് കൊടുക്കുക. ഇത് x1 + x2 + x xn ആണ്. അപ്പൊ ഇ ഓഫ് x1 + ഇ ഓഫ് x2 + x ഇ ഓഫ് xn. ഇനി ഇത് ഓരോന്നും ഇവിടുത്തെ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. അപ്പൊ മ്യൂ പ്ലസ് അങ്ങനെ n മ്യൂ കിട്ടും. n ക്യാൻസൽ ചെയ്ത് പോയി മ്യൂ എന്ന് വന്നു. അപ്പൊ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് മീൻ ആണ്, അവിടുത്തെ മ്യൂ ആണ്. ഇനി വേരിയൻസ് ചെക്ക് ചെയ്യുക. വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് ബാർ, വേരിയൻസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് സമ്മേഷൻ എക്സ് ഐ ഡിവൈഡഡ് ബൈ n. അപ്പൊ നമ്മൾ വേരിയൻസിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ സ്ക്വയർ ആയിട്ടാണ് വരിക. 1/n² വേരിയൻസ് ഓഫ് എക്സ് ഐ. ഓരോരോ വേരിയൻസ് ഇതെന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. അപ്പൊ n² ഡിവൈഡഡ് ബൈ n². അപ്പൊ n ക്യാൻസൽ ചെയ്ത് പോയി σ² ഡിവൈഡഡ് ബൈ n. അപ്പൊ ആസ് n tends to infinity ഇത് σ² ബൈ n എന്ന് പറയുന്നത് സീറോയിലേക്കാണ് ടെൻഡ് ചെയ്യുക, കാരണം അടിയിൽ ഇൻഫിനിറ്റി വരുമ്പോൾ. അപ്പൊ വേരിയൻസ് എന്ന് പറയുന്നത് സീറോയിലേക്ക് ടെൻഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ആ തിയറ പ്രകാരം എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് മീൻ മ്യൂ ആണ്, ആൻഡ് വേരിയൻസ് എന്ന് പറയുന്നത് ആസ് n tends to infinity സീറോയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സാമ്പിൾ മീൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്. ഒന്നും കൂടെ പറയാം, സാമ്പിൾ മീൻ കൺസിസ്റ്റന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ ടി എന്ന് പറയുന്നത് എക്സ് ബാർ എന്നെടുത്തു. ഇ ഓഫ് ടി എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് ബാർ, അതായത് ഇ ഓഫ് സമ്മേഷൻ എക്സ് ഐ ഡിവൈഡഡ് ബൈ n. അപ്പോ ഓരോന്ന് ചെയ്തു വരുമ്പോ ഇതെല്ലാം മ്യൂ ആണ്. അപ്പൊ n മ്യൂ ഡിവൈഡഡ് ബൈ n എന്ന് പറയുമ്പോൾ മ്യൂ വന്നു. അപ്പൊ ഇ ഓഫ് ടി n മ്യൂ ആണ്. വേരിയൻസ് ചെക്ക് ചെയ്തു. വേരിയൻസ് എന്ന് പറയുന്നത് പുറത്തേക്ക് എടുക്കുമ്പോൾ 1/n² വേരിയൻസ് ഓഫ് സമ്മേഷൻ. ഇതെന്ന് പറയുന്നത് n σ² ആണ്. ഓരോന്നും σ² ആണ് വേരിയൻസ്. അപ്പോ σ² ബൈ n വന്നു. അപ്പൊ ആസ് n tends to infinity ഈ ടേം കൺവേർജസ് ടു 0 ആണ്. അപ്പൊ നമ്മുടെ കൺസിസ്റ്റന്റ് ആവാനുള്ള നെസസറി സഫിഷ്യന്റ് കണ്ടീഷൻ ആണ്. അതായത് എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് മീൻ ആവുകയും വേരിയൻസ് ആസ് n tends to infinity സീറോയിലേക്ക് ടെൻഡ് ചെയ്യുകയും ചെയ്ത ആ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ ആ ഗിവൺ കണ്ടീഷൻസ് ആയി വേരിയൻസ് tends to 0 ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ടി എൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. അപ്പൊ ടി എൻ എന്ന് പറയുന്നത് എന്താണ്? കൺസിസ്റ്റന്റ് ആണ്. സാമ്പിൾ മീൻ എക്സ് ബാർ ആണ്, അതാണ് ടി എൻ ആയിരുന്നത്. അപ്പൊ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്. ഇനി നമ്മൾ മുമ്പ് അൺബയാസ്ഡിന്റെ ചെയ്തപ്പോൾ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് അൺബയാസ്ഡ് ആണെന്നും കിട്ടിയിരുന്നു. ഇപ്പൊ കിട്ടി ഇതെന്ന് പറയുന്നത് കൺസിസ്റ്റന്റുമാണ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, അൺബയാസ്ഡും ബോത്ത് അൺബയാസ്ഡ് ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്ററിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ സാമ്പിൾ മീൻ ആണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തത്
Give an example for estimator with unbiased but inconsistent. ഓക്കെ, നിങ്ങൾക്ക് പലതരത്തിൽ ചോദിക്കാം. ചിലപ്പോൾ രണ്ടും, അതായത് അൺബയാസ്ഡും കൺസിസ്റ്റന്റും ആയത് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പിൾ മീൻ. ഇനി അൺബയാസ്ഡ് ആണ് പക്ഷെ കൺസിസ്റ്റന്റ് അല്ല എന്നുള്ളതിന് എക്സാമ്പിൾ ആണ് ഇത്. ലെറ്റ് xi denote a sample of size 1 drawn from a population with mean mu and variance sigma square. അപ്പോൾ ഇവിടുത്തെ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്, വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്, സാമ്പിൾ ഓഫ് സൈസ് 1 ആണ് അതിന്റെ. അപ്പൊ ഇ ഓഫ് ടി എന്ന് പറയുന്നത് ഇ ഓഫ് x1, ടി എന്ന് പറയുന്നത് നമ്മൾ x1 ആയിട്ടാണ് എടുത്തത്. ഇ ഓഫ് ടി എന്ന് പറയുന്നത് ഇ ഓഫ് x1 മ്യൂ ആണ്. അപ്പോ എന്താണ്, നമുക്ക് ഇ ഓഫ് ടി മ്യൂ ആണെന്ന് തന്നെയാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് അൺബയാസ്ഡ് ആണ്. നമുക്ക് എക്സ്പെക്ടഡ് വാല്യൂ മ്യൂ എന്ന് കിട്ടണം. അപ്പൊ അതുകൊണ്ട് അൺബയാസ്ഡ് ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് x1 സിഗ്മ സ്ക്വയർ ആണ്. ഇനി സിഗ്മ സ്ക്വയർ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ n ഒന്നുമില്ല, ഡിവൈഡഡ് ബൈ n ആണെന്നുണ്ടെങ്കിലാണ് ഇത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ തിയറ പ്രകാരം ഇ ഓഫ് ടി എന്ന് പറയുന്നത് മ്യൂ ആണ്, വേരിയൻസ് ഓഫ് ടി സീറോയിലേക്ക് ടെൻഡ് ചെയ്യണമായിരുന്നു, പക്ഷെ സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ തിയറം ഹോൾഡ് ചെയ്യാത്തത് കൊണ്ട് ഇത് ഇൻകൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോ അൺബയാസ്ഡ് ആണ് പക്ഷെ ഇൻകൺസിസ്റ്റന്റ് ആണ് എന്നുള്ളതിന് എക്സാമ്പിൾ ആണ്. അതായത് സാമ്പിൾ ഓഫ് സൈസ് 1 പോപ്പുലേഷനിൽ എടുക്കണം, മീൻ മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയർ, ടി ആയിട്ട് x1 എടുക്കുക. അതായത് x1 x2 ഏതെങ്കിലും xn എടുക്കുക. x1 എടുത്തു. അപ്പൊ ഇ ഓഫ് ടി എന്ന് പറയുന്നത് മ്യൂ തന്നെയാണ്, ഇത് ഇ ഓഫ് x1 മ്യൂ ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്, പക്ഷെ അത് സീറോയ്ക്ക് ടെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് ഇൻകൺസിസ്റ്റന്റ് ആണ്, പക്ഷെ എക്സ്പെക്ടഡ് വാല്യൂ മ്യൂ ആയതുകൊണ്ട് അൺബയാസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. അടുത്തത്, x is a random variable taken value 0 and 1 with probability 1 minus p and p. അത് ബെർണോളി പോലെ തന്നെയാണ്. 0 ആകുമ്പോൾ 1 minus p യും 1 ആകുമ്പോൾ p യും ആണ്. x1 x2 extra xn is a random sample taken from this population. Show that y equal to summation xi t equal to y into n minus y divided by n into n minus 1 is an unbiased estimator of p into 1 minus p. അതായത് y എന്ന് പറയുന്നത് സമ്മേഷൻ xi ആണ് തന്നിട്ടുണ്ട്, t എന്ന് പറയുന്നത് y into n minus y divided by n into n minus 1 എന്ന് പറയുന്നത് unbiased estimator of p into 1 minus p. അതായത് e of t എന്ന് പറയുന്നത് p into 1 minus p എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. Okay, we have to prove that e of t equal to p into 1 minus p. അപ്പൊ t ക്ക് വാല്യൂ കൊടുത്തു, y into n minus y divided by n into n minus 1, n into n minus 1, 1 by n into n minus 1 പുറത്തെടുത്തു, e of y into, അപ്പൊ n by minus y square. ഇനി ഓരോന്നിനും എക്സ്പെക്ടഡ് വാല്യൂ ഉള്ളിലേക്ക് കൊടുത്തു, e of n into e of summation xi, y എന്ന് പറയുന്നത് summation xi ആണ്, മൈനസ് summation xi all square. അപ്പോ e of xi എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുക, നമ്മള് ബെർണോളി കാണുന്ന പോലെ തന്നെ, അതായത് 0 into 1 minus p plus 1 into p വരും. അപ്പോ അതായത് ഒരു x1 ന്റെ ആണ് പറഞ്ഞത്, ഇത് സമ്മേഷൻ ആണ്. e of x എന്ന് പറയുന്നതാണ് എന്ത്, 0 into 1 minus p plus 1 into p, അപ്പൊ p വരും. അപ്പൊ അങ്ങനെ ഇത് n ടൈംസ് ഉണ്ട്, സമ്മേഷൻ ആണ്, അപ്പൊ np വരും. അപ്പൊ ഇവിടെ ഒരു n ഉണ്ട്, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് np ആണ്, മൈനസ് ഇത് അങ്ങനെ തന്നെ എഴുതി. ഇനി വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, വേരിയൻസ് ഓഫ് സമ്മേഷൻ xi എന്ന് പറയുന്നത് e of expectation of summation xi square minus e of xi, summation xi all square. അപ്പൊ വേരിയൻസ് എന്ന് പറയുന്നത് p into 1 minus p ആണ്. അപ്പൊ ഇത് n ടൈംസ് ഉള്ളതുകൊണ്ട് np into 1 minus p equal to ഇത് np സ്ക്വയർ ആണ്. അപ്പൊ ഇത് നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടും np minus np square plus n square p square. അപ്പൊ അതുകൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുകൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് നമ്മൾ വേരിയൻസ് മറ്റേ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ തീറ്റയുടെ കേസിൽ. അപ്പൊ തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ ആണ് നമുക്ക് അവിടുത്തെ വേരിയൻസ് ആയിട്ട് കിട്ടിയിരുന്നത്. ഇവിടെ പി ആണ്, അതുകൊണ്ടാണ് പി ഇൻറ്റു 1 മൈനസ് പി n ടൈംസ് ഉള്ളതുകൊണ്ട്, സമ്മേഷൻ ആയതുകൊണ്ടാണ് n വന്നത്. നേരത്തെ സെയിം ആയതുകൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാവുന്നത്. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും.
ഇനി നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. തീറ്റയ്ക്ക് പകരം ഇത് വന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് p × 1 - p എന്ന് കിട്ടും. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. p × 1 - p എന്നാണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് സാമ്പിൾ വേരിയൻസ് S² is a biased but consistent estimator of population variance. ഇത് വേറൊരു ടൈപ്പിന് എക്സാമ്പിൾ ആണ്. അതായത് ഇത് അൺബയാസ്ഡ് അല്ല, പക്ഷെ കൺസിസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങൾ 3 ടൈപ്പ് ഉണ്ട്. അതായത് രണ്ടും ആവുന്നത്, അൺബയാസ്ഡും കൺസിസ്റ്റന്റും ആവുന്നതാണ് സാമ്പിൾ മീൻ. സാമ്പിൾ വേരിയൻസ് എന്ന് പറയുന്നത് അൺബയാസ്ഡ് അല്ല, പക്ഷെ കൺസിസ്റ്റന്റ് ആണ്. ഇനി അൺബയാസ്ഡ് ആണ്, കൺസിസ്റ്റന്റ് അല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞു, E(t) = x1 എന്ന് എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനത്തെ എക്സാമ്പിളുകളൊക്കെ നോക്കി വെക്കാം. Okay, let x1, x2, etc. xn be sample of size n taken from a population with mean mu and variance sigma square. Then E of S² എന്ന് പറയുന്നത് n × n-1 / n sigma square ആണ്. അപ്പോ നമ്മൾ മുമ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അൺബയാസ്ഡിന്റെ ഇത് ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്തതാണ്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പിൾ വേരിയൻസ് S² എന്ന് പറയുന്നത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ അല്ല സിഗ്മ സ്ക്വയറിന്റെ. അപ്പൊ നമ്മൾ അത് നോക്കിയാൽ മതി. നിങ്ങള് E of S² എന്ന് പറയുന്നത് നമുക്ക് അവിടെ കിട്ടുന്നത്, അതിന്റെ വാല്യൂ കിട്ടുന്നത് n-1 / n സിഗ്മ സ്ക്വയർ എന്നാണ്, അല്ലെങ്കിൽ 1 - 1 / n സിഗ്മ സ്ക്വയർ എന്നാണ്. അപ്പൊ ഇത് നോട്ട് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് അൺബയാസ്ഡ് അല്ല, ഇത് ബയാസ്ഡ് ആണ്. ഓക്കെ, ഇനി as n tends to infinity 1/n എന്ന് പറയുന്നത് 0ലേക്ക് ടെൻഡ് ചെയ്യും. അപ്പൊ ഇത് സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ E of S² എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ് as n tends to infinity. ഇനി വേരിയൻസ് ചെക്ക് ചെയ്യുക. വേരിയൻസ് എന്ന് പറയുന്നത് 2n-1 / n² sigma raised to 4 ആണ് ഇതിന്റെ വേരിയൻസ്. അപ്പോ as n tends to infinity ഇത് നമ്മൾ 0ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ n ഉണ്ട്, 0ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. n അതായത് ഇവിടെ എന്ത് വരും, 2/n - 1/n² എന്ന് വരും. അപ്പൊ as n tends to infinity ഇത് 0ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ തിയറി പ്രകാരം S²ന്റെ ലിമിറ്റ് ഓഫ് E of S² എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ എന്ന് കിട്ടി. ആൻഡ് വേരിയൻസ് as n tends to infinity 0ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കൺസിസ്റ്റന്റ് ആണ്, പക്ഷെ ഇത് അൺബയാസ്ഡ് അല്ല. അപ്പോ ബയാസ്ഡ് ആണ് പക്ഷെ കൺസിസ്റ്റന്റ് ആണ് എന്നുള്ളതിന് എക്സാമ്പിൾ ആണ് S² സാമ്പിൾ വേരിയൻസ്. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് ബോത്ത് അൺബയാസ്ഡ് ആൻഡ് കൺസിസ്റ്റന്റ് ആണ്. ഇനി T എന്ന് പറയുന്നത് x1 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അൺബയാസ്ഡ് ആണ്, പക്ഷെ ഇൻകൺസിസ്റ്റന്റ് ആണെന്നുള്ളതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളിങ്ങനെ, അതായത് അൺബയാസ്ഡ് ചെക്ക് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന T ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെക്ടഡ് വാല്യൂ ഈക്വൽ ടു ഏതിന്റെ ആണോ പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ θ² ആയിരിക്കും, അല്ലെങ്കിൽ മ്യൂ ആയിരിക്കും. ഏതിന്റെ ആണ് അൺബയാസ്ഡ് എന്ന് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ E of ആ വാല്യൂ എന്ന് പറയുന്നത് അത് ഈക്വൽ ടു തന്നിരിക്കുന്ന വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെന്നുണ്ടെങ്കിൽ അൺബയാസ്ഡ് ആണ്, അല്ലെങ്കിൽ അല്ല. ഇനി കൺസിസ്റ്റന്റ് ആണോ നോക്കാനായിട്ട് എക്സ്പെക്ടേഷൻ ഈക്വൽ ടു മ്യൂ ആവണം, variance tends to 0 as n tends to infinity ആവണം. ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, നമ്മൾ മറ്റേ എക്സാമ്പിൾ കണ്ടു, എക്സ്പെക്ടേഷൻ മ്യൂ ആണ് പക്ഷെ വേരിയൻസ് 0ലേക്കല്ല ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കൺസിസ്റ്റന്റ് ആവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.